നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 സെർവൻസ് ഉണ്ടായിരുന്നു. അതിലെ ഒന്നാമത്തെ സെർവൻ്റ് രാജാവ് പല സമ്മാനങ്ങളും കൊടുക്കുമ്പോൾ രാജാവ് നൽകുന്നു, കിങ് പ്രൊവൈഡ്സ്, അഥവാ രാജാവ് നൽകുന്നു എന്ന് പറഞ്ഞ് രാജാവിനെ പുകഴ്ത്തി സംസാരിക്കും. രാജാവിനത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാകും. പിന്നെയും ആ ഒന്നാമത്തെ സെർവൻറ്റിന് അല്ലെങ്കിൽ ഒന്നാമത്തെ ഭൃത്യന് ധാരാളം സമ്മാനങ്ങൾ അദ്ദേഹം കൊടുത്തു. അപ്പോഴെല്ലാം ഇദ്ദേഹം കിങ് പ്രൊവൈഡ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. എന്നാൽ രണ്ടാമതൊരു സെർവൻ്റ് ഉണ്ടായിരുന്നു. ആ സെർവൻറ്റിന് എന്ത് ദാനങ്ങൾ കൊടുത്താലും, രാജാവ് കൊടുത്താലും അദ്ദേഹം ഇങ്ങനെ പറയും, ഗോഡ് പ്രൊവൈഡ്സ്, ദൈവമാണ് തരുന്നത് എന്നുള്ള രീതിയിൽ പറയും. രാജാവിനിത് കേൾക്കുമ്പോൾ വളരെ ദേഷ്യം തോന്നും. രാജാവ് കൊടുത്തിട്ടും ഇദ്ദേഹം പറയുന്നത് ദൈവം തരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ദേഷ്യം ഉള്ളിൽ വരും. പക്ഷേ അത് പുറത്ത് പറയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഒരു ദിവസം ഈ രണ്ടാമനായ ഈ ഭൃത്യനെ അല്ലെങ്കിൽ ഈ സെർവൻറ്റിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് രാജാവ് തീരുമാനിച്ചു. അതിന് അദ്ദേഹം 2 വാട്ടർ മെലോൺ എടുത്തു, അതായത് തണ്ണിമത്തൻ എടുത്തു. അതിൽ ആ തണ്ണിമത്തനിൻ്റെ അകത്ത് ഒരു തണ്ണിമത്തൻ്റെ അകത്ത് ഒരു നെക്ലേസ് ഒളിച്ചു വെച്ചു. തുറന്ന് അറിയാത്ത രീതിയിൽ റെഡിയാക്കി അതിൻ്റെ അകത്ത് നെക്ലേസ് ഒളിച്ചു വെച്ചു. അത് ഒന്നാമത്തെ രാജാവ് തരുന്നു എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ നെക്ലേസ് ഒളിച്ചു വച്ചിരിക്കുന്ന ആ ഒരു തണ്ണിമത്തൻ. അങ്ങനെ അദ്ദേഹം അത് ഒന്നാമത്തെ വ്യക്തിക്കും രണ്ടാമത്തെ വ്യക്തിയെയും വിളിച്ചു. ഒന്നാമത്തെ വ്യക്തി, അതായത് കിങ് പ്രൊവൈഡ്സ് എന്ന് പറയുന്ന ആ സെർവൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അതിൻ്റെ അകത്തായിരുന്നു നെക്ലേസ് ഉണ്ടായിരുന്നത്. അങ്ങനെ 2 പേർക്കും എന്ത് സംഭവിച്ചു എന്നറിയുവാൻ വേണ്ടി രാജാവ് ആഗ്രഹിച്ചു. പിറ്റേ ദിവസം 2 പേരും വരുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ രണ്ടാമത്തെ ഗോഡ് പ്രൊവൈഡ്സ് എന്ന് പറയുന്ന ആ സെർവൻറ്റിനെ ഒരു മര്യാദ പഠിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം കാത്തിരുന്നു. പിറ്റേ ദിവസം 2 പേരും വന്നു. 2 പേരും വന്നപ്പോൾ ഒന്നാമത്തെ വ്യക്തിയെ വിളിച്ച് ചോദിച്ചു, എന്താണ് കഴിഞ്ഞ ദിവസം നിനക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഒന്നാമത്തെ വ്യക്തി പറഞ്ഞു, എനിക്ക് രാജാവ് തന്ന ആ ഒരു തണ്ണിമത്തൻ ഞാൻ അത് കൊണ്ടുപോകുന്ന വഴിക്ക് ഞാനൊരു കച്ചവടക്കാരനെ കണ്ടു. ഞാനത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം എനിക്കൊരു 40 രൂപ തന്നു. ഞാൻ ആ 40 രൂപയും വീട്ടിൽ പോയി എന്ന് രാജാവിനോട് അദ്ദേഹം പറഞ്ഞു. ശരിക്കും രാജാവിന് അത് കേട്ടപ്പോൾ വിഷമമാണ് ഉണ്ടായത്. കാരണം രാജാവ് ആഗ്രഹിച്ചത് ഈ വ്യക്തി ആ തണ്ണിമത്തൻ വീട്ടിൽ കൊണ്ടുപോയി അത് കണ്ടിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ നെക്ലേസ് കിട്ടുമെന്നും ആ നെക്ലേസ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അത് അദ്ദേഹം പിറ്റേ ദിവസം വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ലഭിച്ചു എന്നും അങ്ങനെ പറയുമ്പോൾ രാജാവിന് രണ്ടാമത്തെ വ്യക്തിയെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് തണ്ണിമത്തൻ്റെ അകത്ത് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് തരുന്നത് ദൈവമല്ല, അത് തരുന്നത് രാജാവാണ് എന്ന് പറയിക്കുവാൻ, അല്ലെങ്കിൽ ഞാനാണ് നൽകുന്നത് എന്ന് പറയിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ശ്രമം അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഇദ്ദേഹം അത് കച്ചവടക്കാരന് കൊടുത്തത് കൊണ്ട് 40 രൂപയും ലഭിച്ചു. ആ 40 രൂപയും കൊണ്ട് ഇദ്ദേഹം വീട്ടിൽ പോയി. ഇത് കേട്ടപ്പോൾ രാജാവിനൊന്നും പിന്നെ പറയാൻ പറ്റിയില്ല. രാജാവ് ചിന്തിച്ചു, ഇനി രണ്ടാമത്തെ ആളെ വിളിച്ചിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. രണ്ടാമത്തെ ഭൃത്യൻ, അഥവാ രണ്ടാമത്തെ സെർവൻറ്റ് ഗോഡ് പ്രൊവൈഡ്സ് എന്ന് പറയുന്ന വ്യക്തി ആ തണ്ണിമത്തനുമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്തു. യാത്രയിൽ അദ്ദേഹം ഒരു കച്ചവടക്കാരനെ കണ്ടു. തൻ്റെ തണ്ണിമത്തനോട് അതേപോലെ സാമീപ്യമുള്ള ഒരു തണ്ണിമത്തൻ കണ്ടപ്പോൾ അദ്ദേഹം അത് വാങ്ങുവാൻ തീരുമാനിച്ചു. അദ്ദേഹം വാങ്ങി അത് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തിയ ശേഷം അദ്ദേഹം അത് മുറിക്കുന്നതിന് മുമ്പായിട്ട് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും എല്ലാം വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹം കച്ചവടക്കാരൻ കൊടുത്ത ആ ഒരു തണ്ണിമത്തൻ മുറിച്ചപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. അതിൻ്റെ അകത്തൊരു നെക്ലേസ് ഇരിക്കുന്നു. അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷവാനായി ഗോഡ് പ്രൊവൈഡ്സ് എന്ന് അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു. ദൈവമാണിത് നൽകിയതെന്ന് പറയുകയും ചെയ്തു. തരാതെ നമുക്കൊന്നും ലഭിക്കില്ല എന്നാണ്